നിലമ്പൂരിൽ വൈദ്യുതിക്കണിയിൽ കുടുങ്ങി കൊല്ലപ്പെട്ട അനന്തുവിന്റെ കുടുംബത്തിന് നീതി ആവശ്യപ്പെട്ട് നിലമ്പൂരിലെ NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്താനൊരുങ്ങുകയാണ്. അല്പസമയത്തിനകം ഈ ധർണ ആരംഭിക്കും. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്യും. അരുൺ ആലത്തൂർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ശക്തമായ പ്രതിഷേധമാണ് BJP ഈ വിഷയത്തിൽ ഉയർത്തിയിരിക്കുന്നത്. ഇപ്പോൾ പ്രതിഷേധ ധർണയായി തന്നെ മുന്നോട്ട് പോകാൻ സ്ഥാനാർത്ഥി തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. മുതിർന്ന നേതാവ് K. സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ എത്തുകയും ചെയ്യുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? അല്പസമയത്തിനകം തന്നെ ഞാൻ ഈ നിൽക്കുന്ന നിലമ്പൂരിലെ വനംവകുപ്പ് ഓഫീസിൽ ഈ BJP സ്ഥാനാർത്ഥിയായ NDA സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ ആരംഭിക്കും. പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ധർണ സമരം നടത്തുന്നത്. ഒന്ന്, ഈ കഴിഞ്ഞ ദിവസമാണ് 15 വയസ്സുകാരനായ അനന്തുവിനെ അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതി കെണിയിൽ നിന്നും ഷോക്കേറ്റ് ജീവൻ നഷ്ടമാവുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അനന്തുവിൻ്റെ കുടുംബത്തിന് നീതി ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നടത്തുന്നത്. മറ്റൊരു കാര്യം, മലയോര ജനത സമാനതകളില്ലാത്ത ദുരിതമാണ് നിലമ്പൂരിൽ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മലയോര ജനതയുടെ ദുരിതങ്ങൾക്കൊരു ശാശ്വത പരിഹാരം വേണം എന്നുൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ NDA സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജിൻ്റെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഈ 15 വയസ്സുകാരന് ഈ ജീവൻ നഷ്ടമാവുന്ന സ്ഥിതി ഉണ്ടായത് അത് അധികൃതരുടെ വീഴ്ച കൊണ്ട് മാത്രമാണ് എന്നും NDA BJP ആരോപിക്കുന്നു. കാരണം വനംവകുപ്പും അതുപോലെ തന്നെ KCBയും ഒക്കെ കൃത്യമായ പരിശോധന നടത്തേണ്ടതായിരുന്നു. അതായത് ഈ വന്യമൃഗങ്ങളെ ഇങ്ങനെ വേട്ടയാടി അതിൻ്റെ മാംസം കച്ചവടം ചെയ്യുന്നത് ആ പ്രദേശത്ത് സ്ഥിരം സംഭവമാണ് എന്ന് നാട്ടുകാർ ഓരോരുത്തരും പറയുന്ന സാഹചര്യത്തിൽ അത്തരം പരാതികൾ നേരത്തെ തന്നെ നാട്ടുകാർ നൽകിയിട്ടുണ്ട് എന്നിരിക്കെ അതിലൊരു പരിഹാരം കാണുന്നതിന്, അതിൽ കൃത്യമായ പരിശോധനകൾ നടത്തുന്നതിനൊക്കെ വനംവകുപ്പ് ശ്രമിക്കേണ്ടതായിരുന്നു. പക്ഷേ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് അത്തരം നടപടികളൊന്നും ഉണ്ടായില്ല. KCBയും അതുപോലെ തന്നെ KCBയുടെ വൈദ്യുതി അനധികൃതമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വൈദ്യുതി കെണികൾ സ്ഥാപിക്കുന്നത്, അത് സ്ഥിരം സംഭവമാണ് എന്ന് പരാതി ഉയർന്നിട്ടും KCBയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള പരിശോധനകൾ മേഖലയിൽ ഉണ്ടായില്ല. 3 മാസം മുൻപ് അവിടെ സമാന രീതിയിൽ ഈ വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റ് ഒരാൾക്ക് ജീവൻ നഷ്ടമാവുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഇത്തരം സംഭവങ്ങളിൽ കൃത്യമായ നടപടികൾ, തുടർ നടപടികൾ ഒന്നും ഉണ്ടാവാത്തതിൻ്റെ ഒരു ദുരിതം കൂടെയാണ് ഈ 15കാരന് ജീവൻ നഷ്ടമാവുന്ന സ്ഥിതി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിൽ ഈ വനംവകുപ്പിൻ്റെയും KCBയുടെയും ഒക്കെ അനാസ്ഥ, അതിൽ എതിരെ തന്നെയാണ് NDA സ്ഥാനാർത്ഥിയായ BJP സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ധർണാ സമരം ആരംഭിക്കും. BJPയുടെ മുതിർന്ന നേതാവായ മുൻ സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രനാണ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുക. ഓക്കെ, ശരി. ധർണ ആരംഭിക്കുമ്പോഴേക്കും അതിലേക്ക് തിരിച്ചു വരാം അരുൺ.